ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു സംഭവം പറയുന്നു, നമുക്ക് ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ ചേച്ചി എങ്ങനെ ഈ ഫീൽഡിൽ വന്നു അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് വലിയ കാലം കുഞ്ഞിലെ സിനിമയിലെ ലൊക്കേഷനിലെ കൊച്ചുകുട്ടികളുടെ റോളിനെ വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ അതിൽ അഭിനയിക്കാൻ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നാടകത്തിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ എങ്ങനെ കലാകാരിയായെന്നൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദാരിദ്ര്യ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം നല്ല ആഹാരം കിട്ടും അത് കിട്ടിയത്. അപ്പം അങ്ങനെ പയറ്റി തെളിഞ്ഞ് അങ്ങനെ വന്നു. ഞാൻ പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കാലം ഫീൽഡിലില്ല. എനിക്ക് 2 കുട്ടികളായി, മഞ്ജു മീരയും 2 കുഞ്ഞുങ്ങളായി. അവർ വളർന്നു. പിന്നെ അവർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും വരുന്നത്. പക്ഷെ എൻ്റെ ജീവിതയാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും, കല്യാണം കഴിഞ്ഞപ്പോൾ ഉള്ള ഗ്യാപ്പ്, കുട്ടികൾ ഉണ്ടായപ്പോൾ ഉള്ള ഗ്യാപ്പ്. അപ്പോൾ അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളുടെ കല്യാണം എല്ലാവരുടെ ലൈഫിലും വരും അല്ലേ? തീർച്ചയായിട്ടും ഉറപ്പാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നത് നമുക്ക്, അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിലോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും അല്ലേ? ഗ്യാപ്പ് അങ്ങനെ വരുന്നതല്ല മക്കളെ, വന്ന് ഭവിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ മോടെ കല്യാണമായി, കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഗർഭിണിയായി, അവൾക്ക് കുഞ്ഞായി. പിന്നെ അവരുടെ പ്രസവം നോക്കി ഉടനെ അടുത്ത മോടെ കല്യാണം, അങ്ങനെ എനിക്ക് 4 പേരക്കുട്ടികളുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വീണ്ടും ഞാൻ സജീവമായി. സിനിമയും സീരിയലും മാറി മാറി. നാടകമൊക്കെ നിർത്തിയിട്ട് 10-40 വർഷമായി നാടകമൊക്കെ നിർത്തിയിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അധ്യാപകനായിരുന്നു. അദ്ദേഹം സർവീസിലിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ ആ ജോലി എൻ്റെ ഇളയ മകൾക്ക് കിട്ടി. ഞാൻ അങ്ങനെ എല്ലായിടത്തും ഭയങ്കര സന്തോഷമാണ്. ആരെയും പിണക്കാതെയും ചിരിച്ചും കളിച്ചും. ഞാൻ ഒരു ചെറുപ്പക്കാരി ഇപ്പം 6:30 വണ്ടി വരുമെന്ന് വെച്ചോളൂ, നമ്മളെ വിളിച്ചു പറഞ്ഞു, ചേച്ചി നാളെ 6:30 കേട്ടോ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ 6:20 റെഡിയായിരിക്കും. എൻ്റെ ബാഗും സാധനങ്ങളുമായിട്ട് ഞാൻ കാത്തിരിക്കും. അത് ഞങ്ങളുടെ ഒരു പഴയ ചിട്ടയാണത്. പറഞ്ഞതുപോലെ ചെയ്യുക, ആ സമയത്ത് എത്തിച്ചേരുക. ഡബ്ബിങ്ങിന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം നമുക്കിപ്പോഴും നമുക്കിങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നതും ഒക്കെ. ആരെയും അങ്ങനെ പ്രയാസപ്പെടുത്തത്ത കണക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സംഘടനാ പ്രവർത്തനമുണ്ട് ഞങ്ങൾക്ക്. TV-യുടെ ആത്മാ സംഘടനയുണ്ട്, സിനിമയിലെ അമ്മ സംഘടനയുണ്ട്. അങ്ങനെ എല്ലായിടത്തും. ഇപ്പോൾ അമ്മയുടെ 29ാമത് വാർഷികമായിരുന്നു. ഞാൻ 1ാം വർഷം മുതൽ 29 വർഷവും മുടങ്ങാതെ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി നമ്മളെപ്പോലുള്ള ചെറിയ ആർട്ടിസ്റ്റ് വരെ ഉള്ളവരോടൊപ്പം സഹകരിക്കുകയും അഭിനയിക്കുകയും ഈ വർഷത്തെ മീറ്റിങ്ങിനും പോയി. അതുപോലെ തന്നെ 18 വർഷമായി TV സംഘടന തുടങ്ങിയിട്ട്. അവിടെയും ഇതുപോലെ തന്നെ, അതും ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരിത് നമ്മളെപ്പോഴും അയ്യോ എനിക്ക് വയ്യ, എൻ്റെ കാല് വയ്യ, എൻ്റെ മുട്ട് വയ്യ, അയ്യോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അസുഖമായിരിക്കും. ചെറിയ പ്രശ്നങ്ങളുണ്ടാവാം, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ജനിച്ചാൽ ഒരു മരണമുണ്ട്, അത് ഇന്ന സമയത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ സമയത്ത് അങ്ങ് നടക്കും. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ഇത് ഒന്നിനും പോകില്ല മക്കളെ. സമയം കിട്ടുമ്പോൾ കിടന്ന് ഉറങ്ങും. ഇനി മക്കള് ചോദിച്ചോ, എല്ലാം ഞാൻ അല്ല ഇപ്പം പറഞ്ഞു ആ ഒരു ചുറുചുറുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ തന്നെയാണ്. നമ്മൾ വന്ന വഴികളും എല്ലാം കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പൊ നമുക്ക് തൊട്ട് ബാക്കിൽ തന്നെ കാണാൻ സാധിക്കും കുറെ അവാർഡ്സും കാര്യങ്ങളും കിട്ടി മക്കളെ. കിട്ടി, അത് വെക്കാൻ സ്ഥലമില്ലാതെ കുറെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ മരുമക്കളോട് പറഞ്ഞു, മക്കളെ ഇവിടെ എന്തെങ്കിലും കൂടെ ഒരെണ്ണം ഇങ്ങനെ ഇത് വെച്ചിട്ടേ ഇതെല്ലാം കൂടെ ഇത് വെക്കണം. ഇത് ഇപ്പൊ തരണ ഈ മെമ്മൻറ്റോ ഒക്കെ ഉണ്ടല്ലോ. എൻ്റെ പേര് കാലടി ഓമന, ഒരടി പൊക്കമുള്ളതാണ്. ഞാനിത് ഓരോ ഫംഗ്ഷനും പോയിട്ട് ഇത് തലയിൽ ചുവന്ന പോലെയാണ് ഞാൻ വരുന്നത്. കാലടി ഓമന എന്നുള്ള പേരിൽ പക്ഷെ വലിയ അടിയായിട്ടുള്ളതാണ് തരുന്നത് അല്ലേ? അപ്പൊ അമ്മ നമ്മളിപ്പം സീരിയലിലാണ് ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? സീരിയല് പുതിയ ഇപ്പൊ ഏതാണ് ഇപ്പൊ? ഞാൻ സൂര്യ TV-യിൽ 2 എണ്ണം, സീതാരാമം, അത് കഴിഞ്ഞിട്ട് സൂര്യ TV-യിൽ തന്നെ ആനന്ദരാഗം, അത് 8 മണിക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളയിൽ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നു, അതിപ്പോൾ ഉടൻ തുടങ്ങും. പിന്നെ ഞാൻ പിന്നെ മായമ്മ ഒരു ദൈവത്തിൻ്റെ പേരും കൂടെ ഉണ്ട്, തൂത്തുക്കുടിയിലെ തമിഴ് സീരിയൽ ചെയ്യുന്നുണ്ട് ഞാൻ. തമിഴ് സീരിയൽ ഈ ഉണക്കമീനൊക്കെ ഈ പാറയിലിട്ട് ഉണക്കി വെക്കുന്ന ഒരു മുത്തശ്ശി, ഒരു പാട്ടി, അതുണ്ട്. പിന്നെ ഞാനിപ്പോൾ തൃപ്പരപ്പ് കഴിഞ്ഞിട്ട് കുഴിത്തറയ്ക്കും തൃപ്പരപ്പിനും ഇപ്പറേ ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ. അതൊന്നും ആയില്ല, പകുതിയായിട്ടുണ്ട്.
അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് എല്ലാവരും വരും, നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ചായ കുടിക്കണം, മക്കളെ ചായ നിങ്ങൾ ചോദിക്കണ്ടേ. സെറ്റിലാണെങ്കിൽ ചായ എന്ന് പറയണേ ഇപ്പോൾ ചായ എത്തും നമ്മൾ. അവർ ചോദിക്കാം അമ്മ എന്താ അമ്മ വേണ്ടേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ നമുക്ക് ആവശ്യമുള്ള എന്താണെന്ന് എന്തെങ്കിലും ഒരു കടി ഒരു കുടി അത് തന്നെ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ എന്താണെങ്കിലും വീട്ടിനേക്കാളും സുഭിക്ഷമാണ് ലൊക്കേഷനിൽ. എന്നാലും ചില ആർട്ടിസ്റ്റുകൾ പരാതി പറയും, അതിന് ഉപ്പില്ല, ഇതിനതില്ല, ഇതില്ല എന്നൊക്കെ ചില കംപ്ലൈൻ്റ് ഒക്കെ പറയും. അപ്പോൾ എനിക്ക് തോന്നും ദൈവമേ ഇത്ര പോലും നമ്മുടെ വീട്ടിൻ്റെ നാലിലൊന്നും പോലും ഇല്ല, ഇവിടെ കിട്ടുന്നതിൻ്റെ എത്ര സൗഭാഗ്യമാണ് അല്ലേ. നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ കിട്ടുന്ന ആഹാരം അതൊരു ദൈവ നിയോഗമാണ്. അത് ആ സമയത്തിന് നമുക്ക് കിട്ടുന്നല്ലോ എന്ന് അതാണ് അത് തന്നെ മക്കളെ. അങ്ങനെയാണ്, അങ്ങനെ നല്ലതായിട്ട് പോണു. പിന്നെ എനിക്ക് ചെന്നൈയിലൊരു സീരിയൽ ഉണ്ടായിരുന്നേ, അത് വേൽമുരുകൻ ഒരു സീരിയല്. അതിപ്പോൾ നിന്ന് പോയെന്ന് തോന്നുന്നു. വടപളനിയ അവിടെയും കണ്ടാണ്. പക്ഷെ ഭയങ്കര കഷ്ടം എനിക്ക് ഒറ്റയ്ക്ക്. ഇപ്പോഴേ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ പോകുമ്പോൾ അവിടെ ഒരു സഹായി തരും. ഇല്ല ഒന്നും അറിയണ്ട, അഭിനയിച്ചിട്ട് സുഖമായിട്ട് ഇങ്ങനെ വന്നാൽ മതി, അവര് ഡബ് ചെയ്തോളും. പക്ഷെ നമ്മുടെ മലയാള സീരിയൽ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇന്നലെ അഭിനയിച്ചത് ഇന്നിപ്പോൾ കാണിച്ചു, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കാണിച്ചു. അപ്പം അത്ര ടൈറ്റായിട്ടാണ്. മെഗാ സീരിയലല്ലേ, ഇന്നലത്തെ ഇന്ന് കാണിക്കുന്നു. അപ്പം നമ്മൾ അവരുടെ കൂടെ സഹകരിക്കണം. ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും വിളിക്കുന്ന ഡബ് ചെയ്യണം. ഇപ്പം അത്രയും ദൂരെ നിന്ന് നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു 10:30-11 മണി. ഇവിടെ ഒന്ന് കുളിച്ച് കഴിഞ്ഞ് ഡബ്ബിങ്ങിന് പോകണം. വന്ന് കിടക്കുമ്പോൾ 1 മണി. വീണ്ടും നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, വീണ്ടും പോകണം നമ്മൾ. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. എന്നാലും നമ്മളവിടെ എല്ലാം നല്ല കൂട്ട് എല്ലാവരും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെപ്പോലുള്ള കൊച്ചുമക്കളെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും അമ്മേ 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 അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എനിക്കും അതൊരു സന്തോഷം. അല്ലാതെ അതെ, അത് ഇപ്പം കാരണം അമ്മയെന്ന് വിളിക്കാൻ നമുക്ക് തോന്നുന്നു പറയുന്നത് ഞാൻ വന്നപ്പോ തന്നെ ഭയങ്കര എനിക്ക് മഞ്ചേരി വരണ പോലെ തോന്നി, എൻ്റെ അതുപോലെ അതാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഒരു അമ്മയെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ വന്നപ്പോ തന്നെ പിന്നീട് മൊബൈലിൽ കുറച്ച് ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുപ്പിക്കുകയും അതിനു വേണ്ടിട്ട്, അതായത് കുറെ ഗ്രൂപ്പുകളും സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു അമ്മയാണ്. സംശയമില്ല. എനിക്കൊരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. അതൊരു 150 അതിൽ പല ആൾക്കാരുണ്ട്. അതിൻ്റെ പേര് പിറവി എന്നാണ്. അത് എൻ്റെ അഡ്മിനാണ് ഞാൻ. അപ്പം ആ ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ മുതൽ അതിനകത്ത് 6-7 പേരുണ്ട്. പിന്നെ ഞാൻ കാലടി ഓമന, അനിൽ ആലപ്പുഴ, പൗലൂസ് അച്ചായൻ, ചിലപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കും ഞങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ രജിഷ, കാർത്തിക, രമ്യ, ശൈലജ, അങ്ങനെ പോണു. അങ്ങനെ അങ്ങ് പോണു. അവരൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സന്ധ്യാവന്ദനം, ഈവനിങ് നമസ്കാരം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഗ്രൂപ്പിനെ നല്ലതായിട്ട് ഞാനില്ലെങ്കിലും നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തിരക്കാണ്. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ തന്നെ. അതിൽ നമ്മൾ എല്ലാ ദിവസവും പരിപാടിയുണ്ട്. ഒരു ദിവസം നാടകഗാനം, ഒരു ദിവസം കവിതകൾ, പിന്നെ ടിക്ടോക്കുകൾ, അങ്ങനെ നന്നായിട്ട് പോകുന്ന ഒരു ഇത്. പക്ഷേ നമ്മുടെ ഈ കൊറോണ കാലത്താണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ശ്വാസം മുട്ടി മരിച്ചു പോകുമായിരുന്നു. ആ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു എനർജിയും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ട്.